സമയം ചെലവാക്കി ഒന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നൽകുക. നമ്മൾ ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്നതൊന്നും ഈ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ചുൻഹിയെ കാണിച്ചുകൊണ്ടാണ്. ചുൻഹി റൂഫ് ടോപ്പിൽ ഇരുന്നുകൊണ്ട് ഒരു ബുക്കില് അവന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കവിത എഴുത്ത്. പക്ഷെ ചുൻഹിക്ക് ആ ഒരു കാര്യം വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിലും ചുൻഹിയെ സംബന്ധിച്ച് ബുക്കിൽ ഇങ്ങനെ കവിത എഴുതുക എന്നത് വെറും ഒരു ക്രിയേറ്റിവിറ്റി മാത്രം വേണ്ട ഒരു കാര്യമല്ല, അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കാരണം സെറിബ്രൽ പാൾസി എന്ന ഒരു ന്യൂറോളജിക്കൽ അവസ്ഥ ചുൻഹിക്കുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ചലന വൈകല്യം അതുമായി ബന്ധപ്പെട്ട് ചുൻഹി അനുഭവിക്കുന്നുണ്ട്. കൈകാലുകൾ ചുൻഹി ആഗ്രഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോ അങ്ങനെ നിന്ന് വളരെ ഇഷ്ടപ്പെട്ട കവിത എഴുത്ത് ചുൻഹി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ആരോ വിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോ മുത്തശ്ശിയാണ്. മുത്തശ്ശി ചുൻഹിയെ കാണാനായി എത്തിയിരിക്കുകയാണ്. ചുൻഹിക്ക് മുത്തശ്ശി കണ്ടപ്പോ ഒരുപാട് സന്തോഷം. മുത്തശ്ശിക്ക് എന്റെ അമ്മ കാരണം എന്റെ വരവ് ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തശ്ശിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചുൻഹി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചുൻഹി പരിമിതിയുള്ള ഒരാളാണെങ്കിലും വളരെ മെച്യൂറായി ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം എന്ന ഒരു രീതിക്ക് വളരെ സാമർത്ഥ്യത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാൾ തന്നെയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ഫോൺ കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്ന മുത്തശ്ശി ചുൻഹിയോട്, നീ ട്രെയിനിങ് സെന്ററിൽ റെസ്യൂം നൽകിയിട്ടുണ്ടായിരുന്നോ? അവര് നാളെ നിന്നെ അങ്ങോട്ടേക്ക് ചെല്ലാനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തോ ഒരു ജോലിക്ക് വേണ്ടി ചുൻഹി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുൻഹി വളരെ ഹാപ്പി ആവുന്ന ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ. അങ്ങനെ പിന്നീട് മുത്തശ്ശി ചുൻഹിയും കൂട്ടി പുറത്തൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ ഇവർ ചെല്ലുമ്പോഴേക്കും ഇവരെ കാത്ത് മുത്തശ്ശിയുടെ കൊയർ ടീമിലെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അന്ന് ചുൻഹിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവിടെ ചെറിയൊരു സെലിബ്രേഷനും ഒപ്പം മുത്തശ്ശിയുടെ ആ ഒരു കൊയറിന്റെ അടുത്തൊരു പ്രോഗ്രാമിന്റെ കാര്യത്തെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് റിഹേഴ്സൽ പാർക്കിൽ വെച്ച് നടത്താം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ആരും നമ്മുടെ സൗണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നു. ഈ സമയം അവിടെയുള്ള ഒരാൾ, എന്റെ മകൻ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്, അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ അടുത്ത് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഓഡിയൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനായി എന്റെ മകനെ ഒന്ന് സോപ്പിടണം. അപ്പൊ നിങ്ങളൊക്കെ അവന്റെ അടുത്ത് നിന്ന് ആവശ്യ വസ്തുക്കളൊക്കെ മേടിച്ചാൽ നല്ലതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ച് ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് അടിക്കുന്നതിന്റെ ഭാഗമായി ചുൻഹിക്കും കുറച്ച് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചുൻഹി അതൊക്കെ സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കുന്നുണ്ട്. കുടിച്ച ശേഷമായിട്ട് അവൻ ആളാകെ ഫിറ്റായി പോകുന്നു. നേരെ ചൊവ്വേ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ചുൻഹിക്ക് സ്റ്റെപ്പ് കയറി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പോലും വയ്യ. മുത്തശ്ശിയടാ നീ എണ്ണിക്കുക, നിന്റെ അമ്മ ഇത് കണ്ട എന്നെ റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് തട്ടി വിളിച്ച് നോക്കുമ്പോഴും ഒരു രക്ഷയില്ല. ഒടുക്കം വെള്ളം കൊടയാന്ന് വിചാരിച്ച് വെള്ളം എടുത്ത് ഒഴിക്കാനായി ഒരുങ്ങുന്ന സമയം ചുൻഹിയുടെ അമ്മ ഇത് കാണുകയും ഭയങ്കരമായി ദേഷ്യത്തിലാവുകയും ചെയ്യുന്നുണ്ട്. അവൻ പഠിക്കേണ്ട സമയത്താണോ അവനെ കൊണ്ട് പുറത്തു പോയി ഇമാതിരി കോലത്തിൽ അവൻ ആക്കിക്കൊണ്ട് വരുന്നതെന്നെല്ലാം അമ്മ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുമ്പോ, ഇന്നവന്റെ ബർത്ത്ഡേയാ, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഈ ഡ്രിങ്ക്സ് ഒക്കെ അടിക്കേണ്ട പ്രായമൊക്കെ അവനായി, നിനക്കെന്താ ഇവനെ പറ്റി ഓർത്ത് നാണക്കേടാണോ എന്ന് ചോദിക്കുമ്പോ, നാണക്കേടോ എനിക്കോ, ഇവനെ പറ്റി ഓർത്തോ, ഇത്രയും നാള് ഞാനും ഇവനെ എങ്ങനെ ജീവിച്ചെന്ന് നിങ്ങൾക്കാർക്കും അറിയണ്ടായിരുന്നല്ലോ എന്ന രീതിക്ക് അമ്മ ദേഷ്യപ്പെടുമ്പോ, നീ എന്താ ഈ പറയുന്നേ, അവന്റെ 8 മാസം മുതൽ ഞാൻ അവനെ നോക്കാനായിട്ട് നിന്റെ കൂടെ ഇല്ലേ, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, നീ അവനെ വല്ല കുപ്പത്തൊട്ടിയിലും കളഞ്ഞിരുന്നേനെന്നല്ല മുത്തശ്ശി ദേഷ്യപ്പെടുമ്പോ, ചിലപ്പോ കളഞ്ഞിരുന്നേനെ, കാരണം എനിക്ക് അത്രയ്ക്ക് അറിവില്ലായിരുന്നു, കൂടാതെ എന്നോടും എന്റെ അമ്മയായ നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളതെന്ന് അവർ ദേഷ്യപ്പെടുന്നു. അങ്ങനെ അന്നങ്ങട്ടെ ചുൻഹി ആകെ സങ്കടത്തിലാണ്. ആ ഡ്രിങ്ക്സിന്റെ കെട്ട് മാറാത്തത് കൊണ്ട് തന്നെ വളർത്തുപൂച്ച ചത്തുപോയ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ചുൻഹി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ചുൻഹിയുടെ മുറിയിലാണ് അന്ന് മുത്തശ്ശി ഉറങ്ങാനായി കിടക്കുന്നത്. ചുൻഹിക്ക് ബെഡിൽ കിടക്കാൻ തീരെ ഇഷ്ടമില്ലാതെ ഒരു വലിയ കറുത്ത പെട്ടിയുണ്ട്, അതും മറിച്ചിട്ട് ഒരു അസ്ഥികൂടത്തിന്റെ മോഡലും കൂടി കെട്ടിപ്പിടിച്ചോണ്ടാണ് ചുൻഹി അവിടെ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ കിടക്കല്ലേ, നീ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി മാറ്റി കിടത്താൻ നോക്കുന്നുണ്ടെങ്കിലും ചുൻഹി അങ്ങനെ തന്നെ കിടക്കുമ്പോൾ, ശരി അവൻ അങ്ങനെ കിടക്കട്ടെ, നന്നായിട്ട് ഉറങ്ങാൻ പോരെ എന്ന് മുത്തശ്ശിയും ചിന്തിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആട്ടെ ചുൻഹിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകാനായി ഒരുങ്ങാണ്. ചുൻഹി ഇന്നലത്തെ കണക്ക് ഒരു അവസ്ഥയിൽ ഞാൻ വരുമ്പോ കാണരുത്, അവന് ഇന്ന് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അമ്മ പോകുന്നത്. അപ്പൊ അതെല്ലാം തലയാട്ടി കേട്ടിരുന്ന മുത്തശ്ശി അമ്മ പോയ ശേഷം ചുൻഹിക്ക് അന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി ചുൻഹിയെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചുൻഹി അവിടെ ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് തന്റെ റെസ്യൂമ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ സെഷനാണ് അവിടെ നടക്കുന്നത്. ചുൻഹി അങ്ങനെ കുട്ടികളെ ഒരു പോയം പഠിപ്പിക്കാനായി നിൽക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ചുൻഹിയെ കാണുമ്പോൾ ഇയാൾ എന്ത് ഇങ്ങനെയെന്ന് മറ്റുള്ള ആദ്യം ഒന്ന് കളിയാക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ചുൻഹി ആ പഠിപ്പിക്കുന്നതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ പിന്നീട് വളരെ ആക്റ്റീവ് ആയിരിക്കുന്നു. ചുൻഹി നല്ല രീതിയിൽ ക്ലാസ് എടുത്തെങ്കിലും അതിനുശേഷം കിട്ടുന്ന ഫീഡ്ബാക്കിൽ അവർ ആ ക്ലാസ് എടുത്ത രീതിയൊക്കെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ചുൻഹിയെ പോലെ ഒരാളെ നന്നായി പഠിപ്പിച്ചു എന്ന് കരുതി മാത്രം ജോലിക്ക് എടുക്കാൻ സാധിക്കില്ലെന്നും അവർ അറിയിക്കുമ്പോൾ മുത്തശ്ശി എന്ന് തർക്കിച്ച് നോക്കുന്നുണ്ട്. അവൻ നന്നായി ചെയ്തല്ലോ, അതുകൊണ്ട് ഒരു അവസരം കൊടുക്കണം, പക്ഷെ സോറി അതിന് കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ചുൻഹിക്കും തനിക്ക് ഒടുക്കം ഇതൊക്കെ തന്നെ ആയിരിക്കും വരിക എന്നറിയാവുന്ന കണക്ക് ഒരു മുഖഭാവം തന്നെയായിരുന്നു
ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ടീം രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റ് കയറുന്നു. നീ ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടെന്നെല്ലാം ജോലിയുടെ കാര്യത്തെ പറ്റി മുത്തശ്ശി പറയുമ്പോൾ ഇല്ല, ഞാനതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയെന്നായിരുന്നു ചുൻഹി പറയുന്നത്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ കൊയർ ഗ്രൂപ്പിലെ ഒരാളെ കാണുന്നുണ്ട്. ആള് കുറച്ച് കലിപ്പിലാണ്. മിണ്ടാൻ നോക്കിയിട്ടൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല. കാരണം ആളുടെ മകന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് കൊയർ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിനോട് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നെങ്കിലും ആരും അങ്ങനെ പോയി വാങ്ങിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിന്റെ ഇഷ്ടക്കേട്. അതുകൊണ്ട് തന്നെ താൻ ഇനി കൊയറിനില്ല എന്നായിരുന്നു ആള് പറയുന്നത്. തുടർന്ന് മുത്തശ്ശി തന്റെ കൊയർ മെമ്പേഴ്സിനെ ഒരു ഇടത്ത് വെച്ച് കണ്ടുമുട്ടി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഇവർക്കൊരു പ്രോഗ്രാം ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട്. ഇവരുടേത് ചെറിയൊരു കൊയർ ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബുക്കിംഗ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഇവർക്കിപ്പോ ഒരു മെമ്പറിനെ നഷ്ടമായിരിക്കാണ്. ആൾക്ക് പകരം പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് പ്രാക്ടീസ് ഒക്കെ ആരംഭിച്ചില്ലെങ്കിൽ ആകെ പല പ്രശ്നത്തിലാവും എന്നവർ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ ആരെ പെട്ടെന്ന് ഈ ഒരു കുറഞ്ഞ സമയത്തിൽ കിട്ടുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി ഡിസ്കഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ചുൻഹിയെ ഒന്ന് നോക്കിയാലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നത്. കാരണം ചുൻഹി മിക്കവാറും മുത്തശ്ശി ഈ ഒരു കൊയറിന്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ ചുൻഹിയുടെ അമ്മ അറിയാതെ മുത്തശ്ശി അനുഗമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുത്തശ്ശിയുടെ ഈ ഒരു അഭിപ്രായം കേട്ട് അത് ശരിയാവോ എന്ന് മട്ടി നോക്കുന്നുണ്ട്. എന്തായാലും അന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ടീം മുത്തശ്ശി ചുൻഹിയോട് ഈ ഒരു കൊയറിൽ ചേരുന്ന ഡ്രംസ് വായിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതുവരെ ഡ്രംസ് ഒന്നും വായിച്ചിട്ടില്ല മുത്തശ്ശി, അതുകൊണ്ട് ശരിയാവില്ല എന്ന് ചുൻഹി പറയുന്ന ടീം ഒരു കുഴപ്പമില്ലാന്ന് മുത്തശ്ശി കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കൈക്കുഞ്ഞുമായി ഒരു ലേഡി ബസ്സിലേക്ക് വന്ന് കയറുമ്പോൾ അവർക്ക് താൻ ഇരുന്ന സീറ്റ് ചുൻഹി ഒഴിഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു സമയം ആ കുഞ്ഞ് ചുൻഹിയെ ഇങ്ങനെ ഒരു കൗതുകത്തിലൊക്കെ നോക്കുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാത്ത അമ്മ കുഞ്ഞിന്റെ മുഖം തിരിക്കുന്നതും ചുൻഹി ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇതുപോലെ പല അപമാനങ്ങളും പലയിടങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ചുൻഹി അത് വലിയ കാര്യമാക്കുന്നില്ല. ഈ സമയം ബസ് ഒരു സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ചുൻഹി മറിഞ്ഞടിച്ച് വീഴുന്നു. തുടർന്ന് ഡ്രൈവറൊക്കെ ഇറങ്ങി വന്ന് അവിടുത്തെ ബസ്സിൽ കണ്ടക്ടർ ഇല്ലല്ലോ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. തുടർന്ന് അങ്ങനെ ഡ്രൈവർ വന്ന് ഇതിനെ പോലുള്ള ആളുകളൊക്കെ കൊണ്ട് എന്തിനാണ് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്, സീറ്റിലെങ്ങാനും പിടിച്ചിരുത്തുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ആ അപമാനിച്ച സംസാരം മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി അതിന്റെ പേരിൽ തർക്കിക്കുന്നുണ്ട്. ഞാൻ സോറി പറയാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് ചുൻഹിയോട് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയോട് ഡ്രൈവർ തർക്കിക്കുമ്പോൾ ബസ് എടുക്ക്, പോയിട്ട് വേറെ ധൃതി ഉണ്ടെന്നൊക്കെ യാത്രക്കാരും കൂടി അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ പിന്നെ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഭക്ഷണം കഴിക്കാനേ ഇരിക്കുമ്പോൾ ഇന്ന് ചുൻഹിയും കൊണ്ട് പുറത്തു പോയ കാര്യം ഒന്നും തന്നെ അമ്മയോട് പറയുന്നില്ല. പഠിക്കായിരുന്നു എന്ന മട്ടിൽ സംസാരിക്കുമ്പോൾ ആ ഒരു കള്ളം പറഞ്ഞത് ചുൻഹിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒപ്പം തന്നെ അമ്മയാകട്ടെ സ്പെഷ്യൽ സ്കൂളിലൊക്കെ നിനക്കുള്ള അഡ്മിഷൻ നോക്കുന്നുണ്ടെന്നൊക്കെ ചുൻഹിയോട് പറയുമ്പോൾ അതും അവന് വലിയ താല്പര്യമില്ല. കാരണം നോർമലായി ആളുകളെ കണക്ക് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം, ഈ സ്പെഷ്യൽ സ്കൂളുകളിലൊന്നും പോയി പഠിക്കണം എന്നതൊന്നും തന്നെ ചുൻഹിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചുൻഹി ഒരുമാതിരി ആവുന്നുണ്ട്. എനിക്ക് മതിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചുൻഹി എഴുന്നേറ്റ് പോകുമ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും തമ്മിൽ നടക്കുന്ന സംസാരത്തിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഈ അമ്മ ഇപ്പൊ പ്രഗ്നന്റ് ആണ്, പക്ഷെ അത് ചുൻഹിക്ക് അറിയില്ല. ചുൻഹിയോട് അത് എങ്ങനെ ഇപ്പൊ പറയുമെന്നത് അമ്മയ്ക്ക് ഒരു പിടുത്തമില്ല, എന്തോ ഒരു വല്ലാത്തൊരു മടി. രണ്ടാമത്തേത്, ഈ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഇടയിൽ നല്ലൊരു ബന്ധമല്ല ഉള്ളത്, വല്ലാത്തൊരു അകൽച്ച അവർക്കിടയിലുണ്ട്. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇന്ന് ബസ്സിൽ വീണ ടീം ചുൻഹിയുടെ മുട്ടിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. മരുന്ന് വെക്കാനായി മുത്തശ്ശി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചുൻഹി എന്തിനാ മുത്തശ്ശി അമ്മയോട് കള്ളം പറഞ്ഞെന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നത് നമ്മൾ മുതിർന്നു വരുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കള്ളം പറയേണ്ടി വരും, അത് സ്വാഭാവികമായ കാര്യമാണെന്നാണ്. രണ്ടാമതായി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ബസ്സിൽ വെച്ചുണ്ടായ കാര്യത്തിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനായി മെയിലിൽ ടൈപ്പ് ചെയ്യാണെന്ന് ചുൻഹി പറയുമ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് മുത്തശ്ശിയും പറയുന്നു. എടാ, നീ എന്റെ കൊയറില് ഡ്രംസ് വായിക്കാനായി മുത്തശ്ശി ആവശ്യപ്പെടുമ്പോ ആദ്യമൊന്നും അടിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി നിർബന്ധിക്കുമ്പോൾ ശരി എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായി ഡ്രംസ് വാങ്ങിച്ചു തരാനായും ചുൻഹി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡ്രംസ് കൊണ്ട് അടുത്ത ദിവസം ആ ഒരു കൊയർ ഗ്രൂപ്പ് ആ ഒരു പാർക്കിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ അവരുടെ മുന്നിൽ ഡ്രംസ് ഒന്ന് തട്ടി നോക്കാനൊക്കെ ചുൻഹി നോക്കുന്നുണ്ടെങ്കിലും ചുൻഹിക്ക് അത് നന്നായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ പറ്റില്ലല്ലോ സ്വാഭാവികമായി. ഇത് കാണുന്ന പക്ഷേ കൊയർ ഗ്രൂപ്പിലെ ഒരു ലേഡി ഈ ബുദ്ധിമാന്തിയുള്ള ചെറുക്കനെ കൊണ്ടുവന്ന് നീ എല്ലാവരുടെയും സമയം കളയാണെന്ന് ചുൻഹിയുടെ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുമ്പോൾ ചുൻഹിക്ക് സെറിബ്രൽ പാൾസിയാണ്, അല്ലാതെ ബുദ്ധിമാന്തി അല്ലാന്ന് പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ഭയങ്കരമായ ഒരു വഴക്ക് തന്നെ അവിടെ ആ പേര് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ സമയത്ത് പാർക്കില് ഡിസ്കസ് ത്രോ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അതിങ്ങോട്ട് തെറിച്ച് വീണതിനെ തുടർന്ന് അത് എടുക്കാനായി വരുമ്പോ ചുൻഹിയെ കാണുന്നു. അവൾ ചുൻഹിയെ നോക്കി ചിരിക്കുകയും ചുൻഹി അവളെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ പാർക്കിൽ ആ മുത്തശ്ശിയും കൊയർ ഗ്രൂപ്പിൽ ആ മെമ്പറും തമ്മിൽ നടന്ന വഴക്ക് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്നുണ്ട്. തുടർന്ന് പോലീസുകാര് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി അവരെ കൈ കൊടുത്ത് പറഞ്ഞു വിടുന്നു. അന്ന് വീട്ടിലെത്തിയ ശേഷം ചുൻഹി ആകട്ടെ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന ഒരു ആഗ്രഹത്തിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അമ്മയാകട്ടെ ചുൻഹിയുടെ ഈ ആഗ്രഹം അറിയുമ്പോൾ അതിനെ എതിർക്കുന്നു. ചുൻഹിയെ കൊണ്ട് അതൊന്നും നടക്കില്ലെന്നും ഇനി തന്റെ എതിർപ്പിനെ അവഗണിച്ച് ചുൻഹിക്ക് പോകാൻ വല്ല ധാരണ ഉണ്ടെങ്കിൽ യാത്ര ചിലവിനുള്ളതും പഠിക്കാനായിട്ടുള്ള ചെലവിനുള്ളതും ഒന്നും തന്നെ താൻ തരില്ല എന്നെല്ലാം അമ്മ അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നു. ചുൻഹിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം, അമ്മ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ സമയം ഇതൊക്കെ കേട്ടിരുന്ന മുത്തശ്ശിയുടെ കയ്യിലുള്ള കാശ് ചുൻഹിക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു കൊയർ ഗ്രൂപ്പിന്റെ കൂടെ പാർക്കിലുള്ള സമയത്തെല്ലാം അവിടെ ഡിസ്കസ് ത്രോ കളിക്കാനായി എത്തുന്ന ആ പെൺകുട്ടിയെ ചുൻഹിയും പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിയുടെ പേര് യായ എന്നാണ്. യായ ചുൻഹിയുമായി നല്ല കമ്പനിയായി മാറുന്നുണ്ട്. അതായത് അവർ പരസ്പരം
കാണുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക്. ഈ ഒരു സമയം ഈ കൊയർ ഗ്രൂപ്പിലുള്ളവരും ചുൻഹിയെ അപ്പോഴേക്കും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ആ കൊയർ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രമ്മർ ഉണ്ടല്ലോ, അയാൾ ഇപ്പൊ തിരിച്ചെത്തുന്നു. അയാൾക്ക് പകരം ചുൻഹിയെ ഗ്രൂപ്പിലെടുത്തത് ഇഷ്ടപ്പെടാതെ അപമാനിക്കാനായിട്ടുള്ള വരവാണ്. വന്ന് ഇവനെ കൊണ്ടൊന്നും കൊട്ടാൻ സാധിക്കില്ല, ഞാൻ കൊട്ടുന്നതിന്റെ 7 അയലത്ത് ഇവൻ കൊട്ടിയാ വരുമെന്നൊക്കെ പറഞ്ഞ് അയാളായിട്ട് അവിടെ അപമാനിക്കുന്ന രീതി കൊട്ടുമ്പോ യായ ചുൻഹിയുടെ കയ്യിൽ ആ ഒരു ഡ്രം സ്റ്റിക്ക് കൊടുത്ത് ഇയാളെക്കാളും നന്നേ നീ കൊട്ടണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാൾ കൊട്ടി അതേ താളത്തിൽ തന്നെ കൊട്ടാനേ ചുൻഹിക്ക് സാധിക്കുന്നു. അത്ര പെർഫെക്ഷൻ കിട്ടുന്നില്ലെങ്കിലും നിഹയെ പോലെ ഒരാളെ സംബന്ധിച്ച് വളരെ മനോഹരമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം ചുൻഹിക്ക് ചില പരിമിതികളുണ്ട്. ചുൻഹി ഒരു പ്രൊഫഷണൽ അല്ല. വളരെ ചുരുങ്ങിയ സമയമായുള്ളൂ ചുൻഹി ഡ്രംസ് പ്രാക്ടീസ് ചെയ്തിട്ട്. അതങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിച്ചിട്ടും ഇല്ല. എന്നിരുന്നാലും മനോഹരമായി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചുൻഹിയെ പ്രശംസിക്കുന്നു. ചുൻഹി ആ പെൺകുട്ടിയോട് അന്ന് മുത്തശ്ശിയുടെ സഹായത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവളുടെ പേര് യായ എന്നാണെന്നും ചുൻഹിക്ക് മനസ്സിലാവുന്നത്. ചുൻഹിക്ക് അപ്പോഴേക്കും യായയോട് ഒരു താല്പര്യവും തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാം. അങ്ങനെ ചുൻഹിക്ക് യായായുമുള്ള ആ ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ അവളോട് അത് പ്രണയമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ കൊയർ ഗ്രൂപ്പിന് വേണ്ടിയുള്ള ഡ്രംസിന്റെ പ്രാക്ടീസും നല്ല രീതിയിൽ ചുൻഹി മുന്നോട്ട് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തണം എന്നുറപ്പിച്ച് ഒരു കഫേയിൽ ജോലിക്കായി ചുൻഹി ചെല്ലുന്നു. ചുൻഹിക്ക് ഇത് സാധിക്കുമെന്ന് ആളെ നേരിട്ട് കാണുമ്പോൾ കഫേ ഓണർക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഓർഡേഴ്സ് ഡെലിവറി ചെയ്യാനേ തനിക്ക് നടന്നു പോകാനേ സാധിക്കും. കൂടാതെ ഇവിടെയുള്ള ഐറ്റത്തിന്റെ പേരൊക്കെ തനിക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കറക്റ്റായി പറയാൻ സാധിക്കുമെന്നെല്ലാം ചുൻഹി അവിടെ നടന്നു കാണിച്ചും ഐറ്റത്തിന്റെ പേര് പെട്ടെന്ന് വായിച്ച് കാണാപാഠം പഠിച്ച് അത് പറഞ്ഞു കേൾപ്പിച്ചും ഒക്കെ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. തുടർന്ന് അവനെ അവിടെ ജോലിക്ക് എടുക്കുന്നു. തുടർന്ന് അവിടുത്തെ ജോലിയും മുന്നേ പറഞ്ഞ കണക്ക് ഡ്രംസിന്റെ പ്രാക്ടീസും യായായുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അങ്ങനെ രസകരമായും അവരുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. അമ്മയാകട്ടെ പ്രഗ്നന്റ് ആണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ചുൻഹി ഈ ജോലിക്ക് പോകുന്നതോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും തന്നെ അമ്മ അറിയുന്നില്ല. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ദിവസം കൊയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒക്കെ തന്നെ ഒരു ചെറിയ പാർട്ടിക്ക് ചുൻഹിയുടെ വീട്ടിൽ ഒത്തുകൂടുന്നുണ്ട്. ആ കൂട്ടത്തിൽ യായയും ഉണ്ടായിരുന്നു. തുടർന്ന് യായ ചുൻഹിയോട് അവന്റെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന ടൈം അവനവളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ പൂച്ചയുടെ ചിതാഭസ്മം അടങ്ങിയ ബോക്സ് കാണിക്കുന്നുണ്ട്. ഒരിക്കൽ റോഡില് മുറിവേറ്റ ഒരു പൂച്ചയെ തനിക്ക് കിട്ടിയതായും 5 വർഷം അതിനെ പൊന്നുപോലെ നോക്കി വളർത്തിയതായും ചുൻഹി പറയുന്നുണ്ട്. ആ പൂച്ചയ്ക്കും എന്നെ പോലെ തന്നെ ശരീരത്ത് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ യായയ്ക്ക് ചുൻഹിക്ക് തന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാകട്ടെ സംസാരത്തിന്റെ ഒടുക്കം അവനെ കിസ് ചെയ്യാനായി അവൾ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് പിന്മാറുന്നു. എന്നിരുന്നാലും താനും ഒരു മനുഷ്യനാണ്, തനിക്കും പ്രായത്തിന്റേതായ ഇഷ്ടങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്ന ആളാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ യായ എന്ന കാര്യം ചുൻഹിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ അവളോട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് ആകെ മൊത്തത്തിൽ അവിടെ പ്രശ്നങ്ങളാണ്. ആരാണ് ആ പെൺകുട്ടി എന്നെല്ലാം അമ്മ ചോദ്യം ചെയ്യുമ്പോൾ അത് അവന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവൻ അങ്ങനെ ഒരു ക്ലാസ്മേറ്റ് ഉള്ളതായി എനിക്കറിയില്ലല്ലോ. അമ്മ അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ചുൻഹി കാര്യങ്ങളൊക്കെ പറയുന്നു. കാരണം അമ്മ പറയുന്ന കണക്ക് ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കാനായി താല്പര്യപ്പെടുന്നില്ല, സാധാരണ ഒരാളെ പോലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് താല്പര്യമെന്നും തന്റെ പഠനത്തിനായുള്ള കാശ് സമ്പാദിക്കാനായി താൻ ഒരു കഫേയിൽ ജോലിക്ക് പോയി തുടങ്ങിയെന്നും ഒക്കെ. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അവൻ കഫേയിൽ ജോലിക്ക് പോകുന്നതിന്റെ പേരിൽ അമ്മ അവിടെ അവനോടും അതിനവനെ അനുവദിച്ചതിന്റെ പേരിൽ മുത്തശ്ശിയോടും ദേഷ്യപ്പെടുകയും അവൻ ഒരിക്കലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കാനായിട്ടുള്ള യോഗ്യത ഇല്ല എന്ന് അവനോട് തന്നെ തർക്കിക്കുകയും ചെയ്യുന്നു. അവൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റാനായി അവന്റെ ഈ കുറവുകളെ ഭയങ്കരമായി കുറ്റപ്പെടുത്തി അമ്മ സംസാരിക്കുമ്പോൾ അവൻ ആകെ തകരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആയത് ആരുടെ തെറ്റുകൊണ്ടാണ്? എന്റെ തെറ്റുകൊണ്ടാണോ? എനിക്ക് ജന്മം തന്നുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് അവൻ ഭയങ്കരമായി ഇമോഷണൽ ആവുമ്പോഴേക്കും അവന്റെ ആ ചോദ്യങ്ങൾ അമ്മയെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ആകെ സങ്കടത്തിലായിട്ടുണ്ടായിരുന്ന ചുൻഹി റൂഫ് ടോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൻ മരിക്കുന്നതിനെ പറ്റി പോലും അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നെല്ലാം അവൻ പറയുമ്പോൾ എന്തിനാ ഇവിടെ നിന്ന് ദൂരേക്ക് പോകാനാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് താഴേക്ക് ചാടിയാൽ പോകാൻ പറ്റുന്നതിലും ദൂരമൊന്നും ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് അവൻ മറുപടി പറയുമ്പോൾ മരിക്കുക എന്നതാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശി ഒരു കിഴുക്ക് വെച്ചു കൊടുക്കുന്നു. എന്തായാലും വീണ്ടും അങ്ങനെ ഹോസ്പിറ്റലിലുള്ള തെറാപ്പി സെഷൻസ് ആയും കഫേയിലെ ജോലിയായും ആ ഒരു കൊയർ ഗ്രൂപ്പിന്റെ ഡ്രംസ് പ്രാക്ടീസ് ആയും അങ്ങനെ അവന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ചുൻഹി അമ്മയോട് പിണക്കത്തിൽ തന്നെയായിരുന്നു അന്ന് നടന്ന ഓരോ സംസാരങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ ഒരു ദിവസം തെറാപ്പി സെഷന് പോയ ടീം അവിടെ വയ്യാത്ത തന്റെ കുഞ്ഞിനെ കണ്ട് സങ്കടപ്പെടുന്ന ഒരു അമ്മയെ കണ്ടപ്പോൾ തന്റെ അമ്മയും തന്നെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് തോന്നുന്ന ചുൻഹിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അവൻ അമ്മയുടെ നേരെ നിന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ലെങ്കിലും അന്ന് രാത്രി ഉറങ്ങുന്ന അമ്മയ്ക്ക് പോയി പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം പാർക്കിന്റെ അവിടെ ആ ഒരു കൊയർ ഗ്രൂപ്പിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു ടീം. ആ പഴയ ഡ്രമ്മറിനെ തിരിച്ചെടുക്കണോ അതോ ചുൻഹിയെ തന്നെ ഡ്രമ്മറായി നിയമിക്കണോ എന്ന രീതിക്ക് അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ കൂടുതൽ വോട്ടുകളും കിട്ടുന്നത് ചുൻഹിക്കാണ്. ആ പഴയ ഡ്രമ്മറിന് തലകറക്കം പോലും വന്നു. കാരണം ഇവന്റെ മുന്നിൽ തോറ്റു പോകേണ്ടി വന്നല്ലോ എന്ന ഒരു നാണക്കേടില്. അങ്ങനെ അയാളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ചുൻഹി ആ ഒരു ന്യൂസ് അറിയുന്നത്. മറ്റൊന്നുമല്ല, അവന്റെ അമ്മയ്ക്ക്
ഒരു കുഞ്ഞുവാവയുണ്ടായി, അവൻ ചേട്ടനായിരിക്കുന്നു എന്ന ഒരു ന്യൂസ്. ചുൻഹിക്ക് അമ്മ പ്രഗ്നന്റ് ആണെന്ന കാര്യം പോലും അറിയില്ലായിരുന്നു. അവനെ സംബന്ധിച്ച് അതൊരു ഞെട്ടലായിരുന്നു. എന്തായാലും മുത്തശ്ശിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുവാവയെ കാണാനായി പോകുന്നു. ഈ സമയം അമ്മയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാനായി അച്ഛൻ താങ്ങി പിടിച്ച് കൊണ്ടുവന്നത് കണ്ട് മുത്തശ്ശിയും സഹായിക്കാനായി പോകുമ്പോൾ കുഞ്ഞിന്റെ അടുത്ത് ഒറ്റയ്ക്ക് ചുൻഹി നടന്നു ചെല്ലാണ്. ഈ സമയം കുഞ്ഞു കരയുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന അമ്മ കരച്ചിൽ കേട്ട് മടങ്ങിയെത്തി ചുൻഹി എന്തോ കൊച്ചിനെ ചെയ്തു എന്ന മട്ടില് അവനെ തള്ളി എറിയുന്നു. അവന് ഭയങ്കര സങ്കടമായി. അവന്റെ മുത്തശ്ശി പോലും ആ ഒരു സമയത്ത് അവൻ ഇനി കുഞ്ഞിനെ വല്ലതും ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ടീം മുത്തശ്ശിയോട് മുത്തശ്ശിക്ക് അമ്മയുടെ കുഞ്ഞുവാവയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന്, ഇതുവരെ തനിക്കൊന്നും അറിയാതിരുന്നതിനെ പറ്റി ചുൻഹിയെ ചോദിക്കുമ്പോൾ അറിയാമായിരുന്നു, അമ്മയ്ക്ക് നിന്നോട് പറയാനുള്ള മടി കാരണം അമ്മ പറയാതിരുന്നതാണെന്ന് മുത്തശ്ശി പറയുന്നു. ഈ ഒരു സമയം ചുൻഹി അന്ന് നടന്ന വഴക്കിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. തനിക്ക് ജന്മം നൽകിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അമ്മ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തന്നെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യേണ്ട അമ്മ എന്നെ എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് അടിച്ച് താഴ്ത്താൻ നോക്കാണ്. അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണ്, എന്നിട്ട് വെറുതെ എന്നോട് ഇഷ്ടമുള്ള കണക്ക് അഭിനയിക്കുകയാണെന്നല്ല അവൻ അമ്മയെ ഒരുപാട് ഷൗട്ട് ചെയ്തിരുന്നു. ദേഷ്യം അമ്മ അതെ നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ സങ്കടം ഇപ്പോഴും അവനെ വിട്ടുപോയിട്ടില്ല. ഇപ്പൊ ദേ അമ്മ അവനെ തള്ളി എറിയുക പോലും ചെയ്തിരുന്നില്ല. എന്തായാലും പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ലൈഫ് മടുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ചുൻഹി ഫേസ് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നിടത്ത് അവൻ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അവിടുത്തെ കഫേ ഓണർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം അത് കണ്ടു നിന്ന മറ്റു ചില സ്റ്റാഫ്സ് ഇങ്ങനെ ഇവനെ വെച്ച് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി, ആളുകളുടെ സിമ്പതി കിട്ടാൻ വേണ്ടി, ഇങ്ങനെ അതുവഴി ആളുകൾ ഇവിടെ വരാൻ വേണ്ടിയൊക്കെയാ മുതലാളി ഇവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലെ ഇവനൊക്കെ ആര് ജോലി കൊടുക്കാനാണെന്ന് അവർ പറയുമ്പോൾ അവന് ഒരുപാട് സങ്കടമാവുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. കൂടാതെ യായയുടെ കൂടെ ഒരു പബ്ലിക് പ്ലേസിലേക്ക് ചുൻഹി പോകുന്ന ടീം അവൾക്ക് അവളോടുള്ള താല്പര്യം വ്യക്തമായി അറിയാം. അതറിയാവുന്ന അവൻ അവളുടെ കൈ പിടിക്കാനായി നോക്കുമ്പോഴേക്കും ഇവനെ പോലെ ഒരാൾ തന്റെ ബോയ് ഫ്രണ്ട് കണക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ പിടിച്ച് നിൽക്കുന്നതിനോട് വലിയ യോജിപ്പില്ലാത്ത അവൾ പെട്ടെന്ന് ആ ഒരു കൈ തട്ടി മാറ്റി ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ അതും അവന് മനസ്സിലാവുന്നു. അവൻ ആകെ സങ്കടത്തിലാവുന്നു. അങ്ങനെ അന്ന് വളരെ വിഷമത്തിൽ തിരിച്ചെത്തുന്ന ചുൻഹി വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഫേയിൽ അവൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്വീറ്റ്സ് ആണത്. അമ്മയ്ക്ക് കൊടുക്കാനായി ചുൻഹി പറയുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഷുഗർ ലെവൽ ഒന്നും നോർമൽ അല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി എന്തോ ഒരു ആവശ്യത്തിന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഒരുപാട് ചോക്ലേറ്റ്സ് ചുൻഹിക്ക് കഴിക്കാൻ സാധിക്കില്ല. അവന് വല്ലാതെ ചോക്കിങ് വരും. അതറിയാവുന്നവൻ ഞാൻ അങ്ങനെ ശ്വാസം മുട്ടി ചാവട്ടെ എന്ന രീതിക്ക് കുറേ ചോക്ലേറ്റ്സ് ഒന്നിച്ച് വായിലേക്ക് തള്ളിക്കയറ്റുന്നു. തുടർന്ന് അത് ഇറക്കാനും പറ്റാതെ തുപ്പാനും പറ്റാതെ വല്ലാത്തൊരു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുമ്പോൾ അത് കണ്ടെത്തുന്ന മുത്തശ്ശി ആകെ പേടിക്കുന്നു. ഒരു വിധമാണ് അവനൊന്നും മുത്തശ്ശി ഓക്കെ ആക്കി എടുക്കുന്നത്, അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അങ്ങനെ അവൻ അവിടെ ട്രീറ്റ്മെന്റിൽ കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഇപ്പോഴല്ല കുറേ നാള് മുന്നാണ്. ചുൻഹെ കുഞ്ഞായിരുന്നപ്പോ അവൻ ഇതുപോലെ ബോക്സിനകത്തൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ ബോക്സിൽ ഒളിച്ചിരിക്കുന്നത് അറിയാതെ അച്ഛനും അമ്മയും അവനെ പറ്റി സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നു. അവൻ അവർക്കൊരു ഭാരമാണെന്ന രീതിയിൽ ആ ഒരു സംസാരം കേട്ട് അവന് തോന്നുകയും ചെയ്തിരുന്നു. ആ ഒരു സങ്കടം ഇന്നും അവന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആ ഒരു ആത്മഹത്യാ ശ്രമത്തിന് ശേഷം അഡ്മിറ്റ് ആയിരിക്കുന്ന ചുൻഹിയുടെ അടുത്തിരുന്ന് അവന്റെ അമ്മ കരയാണ്. അവനോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കൊക്കെ ആ അമ്മ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം യായയെ ഭയങ്കരമായി തന്നെ ചുൻഹി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കൂടെ ഒന്നിച്ചുണ്ടാവണം എന്നൊക്കെയുള്ള തോന്നലുകൾ അവന് വരുന്നു. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് അവൻ എണ്ണീറ്റ് റൂഫ് ടോപ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ മുത്തശ്ശിയുണ്ട്. ആ സമയത്താണ് മുത്തശ്ശിയുടെ കഴുത്തിലെ മുറിവിനെ പറ്റി ചുൻഹി ചോദിക്കുന്നത്. ഇത് ചുൻഹിയുടെ അമ്മ കുഞ്ഞായിരുന്ന സമയം ഈ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് മുത്തശ്ശിയെ ഒറ്റയ്ക്കാക്കി പോയപ്പോ മകളെ വളർത്താനായി അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരിക്കൽ അവരുടെ കയ്യിലെ കാശ് തട്ടിയെടുക്കാനായി ഒരാൾ കഴുത്തിൽ കത്തിവെച്ചതാണെന്നും പക്ഷെ എന്റെ മകൾക്കുള്ള കാശാണ് അത് തരില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചപ്പോൾ അയാൾ ആക്രമിച്ചതായും പിന്നീട് ഏതോ ഒരു ട്രക്ക് ഡ്രൈവർ തന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രം ജീവനോടെ ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. തന്നെ ഒരിക്കലും തന്റെ അമ്മ കെയർ ചെയ്തിട്ടില്ല എന്ന രീതിക്കാണ് എപ്പോഴും ചുൻഹിയുടെ അമ്മയും മുത്തശ്ശിയോട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ കാര്യം കേൾക്കുന്ന ചുൻഹി ഇത് അമ്മയോട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇത് അവൾ അറിയണ്ട, ചിലപ്പോൾ അവൾക്ക് എന്നോട് ചെയ്തതിനൊക്കെ കുറ്റബോധം തോന്നിയാലോ, അവൾ എന്നോട് വഴക്കിട്ടോട്ടെ, അതും ഒരു രസം തന്നെയാണെന്ന് ആ മുത്തശ്ശി പറയുന്നു. കൂടാതെ ചുൻഹിയോട് അമ്മയോട് പിണങ്ങിയിരിക്കരുത്, ദേഷ്യമൊക്കെ മാറ്റണം, നിന്റെ അമ്മ ഒരു പാവമാണ്, അവളെ വളർത്താനായിട്ടുള്ള ഓട്ടപ്പാച്ചില്ല എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പോലും പറ്റിയിട്ടില്ല, അതവൾ എനിക്ക് അവളോടുള്ള ഇഷ്ടക്കേടായി കരുതിയാലും അവളിന്റെ മകളല്ലാതെ മാറില്ലല്ലോ, എനിക്ക് അവൾ വളരെ പ്രിയപ്പെട്ടവളാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മുത്തശ്ശിയോട് എന്റെ അനിയത്തിക്കുട്ടി എന്നെ അക്സെപ്റ്റ് ചെയ്യുവോ, എന്നെ പോലെ ഒരു ചേട്ടൻ അവൾക്കുള്ളത് നാണക്കേടായി അവൾക്ക് തോന്നുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് അതിന് ഉത്തരം പറയാനേ കഴിയുന്നില്ല. അങ്ങനെ സംസാരിച്ച മുറിയിലേക്ക് പോകാനായി ചുൻഹി ഒരുങ്ങുമ്പോഴേക്കും നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, മറന്നുപോയിന്ന്. അവൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റി പറയാൻ സാധിക്കാഞ്ഞ കാര്യം മുത്തശ്ശി പറയുമ്പോൾ ആ കൊറിയർ എടുത്ത് നോക്കുന്ന ചുൻഹി ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഒരു നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നത് ചുൻഹിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിടത്ത് അവന് അഡ്മിഷൻ കിട്ടി എന്ന ഒരു കാര്യമാണത്. അവനും മുത്തശ്ശിയും ഒക്കെ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു കൊയർ ഗ്രൂപ്പിന്റെ പ്രോഗ്രാമിന് ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു യാത്ര പുറപ്പെടാനായി നിൽക്കുന്ന ടീം ചുൻഹി യായെ കാണുന്നു. പക്ഷെ അവർക്കിടയിൽ അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് കോൺടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ അങ്ങനെ യാത്ര പുറപ്പെടാനായി നിൽക്കുന്ന സമയത്താണ് ആ ബുക്കിംഗ് ഏജന്റ് ഒരു ഫ്രോഡ് ആയിരുന്നെന്നും ഇവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നതും മുത്തശ്ശി മനസ്സിലാക്കുന്നത്. മുത്തശ്ശി തന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് താൻ വഴി ഈ ഒരു കിട്ടിയ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ഇപ്പൊ സോറി പറയുകയും ഇവർക്ക് ചെലവായ ടിക്കറ്റ് തുക എങ്ങനെങ്കിലും താൻ വീട്ടാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മുത്തശ്ശിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. തുടർന്ന് അവർ നേരെ പോകുന്നത് ബസ് കോർപ്പറേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ്. ചുൻഹി കുറച്ച് നാളുകൾക്ക് മുന്നേ അയച്ച ആ ഒരു കംപ്ലൈന്റിന്റെ പേരിൽ അവർ നടപടി എടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചുൻഹിയോട്
മുത്തശ്ശിയോട് ഒരു സോറി പറച്ചിലിനും ഒപ്പം തന്നെ ഒരു മാതൃകയായി പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണത്. അവിടെ ചെറിയൊരു സ്പീച്ച് പറയാനായിട്ടുള്ള ഒരു അവസരം ചുൻഹിക്ക് ലഭിക്കുമ്പോൾ ഒരിക്കലും താൻ നൽകിയ കംപ്ലൈന്റിന്റെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും പോലെ പല അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ ലൈഫിൽ ഈ ഒരു അവസ്ഥ മൂലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പല ഇൻസിഡൻസും അവിടെ ചെറുതായി വിവരിക്കുന്നുണ്ട്. ആ ഒരു ഹൃദയസ്പർശിയായ പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ടീം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും ചുൻഹി പറയുന്നു. സിമ്പതിയോടുകൂടിയുള്ള നോട്ടം, അവജ്ഞയോടുകൂടിയുള്ള നോട്ടം, ഇവനെന്താ ഇങ്ങനെയെന്നുള്ളൊരു ഭയത്തോടു കൂടിയുള്ള നോട്ടം എന്നിങ്ങനെ പലതും. പക്ഷെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ തന്നെ താനായി കണ്ട് താനും അവരെ പോലെ ഒരു മനുഷ്യനാണെന്ന രീതിക്ക് തന്നെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും ചുൻഹി പറയുന്നു. അങ്ങനെ കേട്ടിരുന്നവരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു ചുൻഹിയുടേത്. തുടർന്ന് നമ്മൾ ചുൻഹിയെ കാണുമ്പോൾ അവന്റെ ലൈഫ് പഴയതിലും ഒരുപാട് മെച്ചത്തിൽ മുന്നോട്ട് പോവാണ്. ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പിയായി ചുൻഹി മുന്നോട്ട് പോകുന്നു. അമ്മയും അച്ഛനും മുത്തശ്ശിയും അനിയത്തിയും എന്നിങ്ങനെ വളരെ ഹാപ്പിയായി. കൂടാതെ ഡ്രൈവിംഗും അപ്പോഴേക്കും പഠിച്ച് ലൈസൻസ് എടുക്കാനും ചുൻഹിക്ക് സാധിച്ചിരുന്നു. അവൻ ഡ്രൈവ് ചെയ്ത് പോയി ആ ഒരു പൂച്ചയുടെ ചിതാഭസ്മവും അതിന്റെ ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം മുത്തശ്ശിയോട് താൻ തന്റെ ഡ്രീംസ് ചേസ് ചെയ്ത് പോവാണ്. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, അധികം വൈകാതെ തന്നെ പഠനങ്ങൾക്കൊക്കെ ആയി പോകും. മുത്തശ്ശിയും ഹാപ്പിയായി മുന്നോട്ട് പോകണമെന്ന് ഇത്രയും നാള് തന്നെ മറ്റാരും മനസ്സിലാക്കാതിരുന്നപ്പോഴും മനസ്സിലാക്കി കൂടെ നിന്ന മുത്തശ്ശിയുടെ ഡ്രീംസും ചേസ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ച് നിൽക്കുകയാണ് ചുൻഹി. അങ്ങനെ അവന്റെ വളർച്ചയിൽ ഒരുപാട് ഹാപ്പിയായി നിൽക്കുന്ന മുത്തശ്ശിയും തന്റെ ഡ്രീംസ് ചേസ് ചെയ്യാനായി നിൽക്കുന്ന ചുൻഹിയും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ അവസാനിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക്. ആ ഒരു ബസ് കോർപ്പറേഷൻ നടത്തിയ പ്രോഗ്രാം ഉണ്ടല്ലോ, അവിടെ വെച്ച് ചുൻഹിയും മുത്തശ്ശിയും അവരുടെ കൊയർ ഗ്രൂപ്പിന്റെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഏത് പ്രോഗ്രാമിന് വേണ്ടിയാണോ പെർഫോം ചെയ്യാനായി പ്രാക്ടീസ് ചെയ്ത് വെച്ചത് അതിനവർക്ക് സാധിച്ചില്ലെങ്കിലും ഇത്തരം ഒരു വലിയ പ്രോഗ്രാമിന്റെ ഭാഗമാകാനായി ആ ദിവസം തന്നെ ആ ഒരു പ്രോഗ്രാം മുടങ്ങിയ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ആ ദിവസം തന്നെ അവർക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏത് കഷ്ടപ്പാടിന്റെ ഇടയിലും നമുക്ക് മുന്നോട്ട് പോകാനായി കഠിന പ്രയത്നം ചെയ്യാനായി ഒരു മനസ്സുണ്ടെങ്കിൽ, ഈ മുത്തശ്ശിയെ പോലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഏതവസ്ഥയിലും നമുക്കും നമ്മുടെ ഡ്രീംസ് ചേസ് ചെയ്യാനായി സാധിക്കും എന്നത് കാണിച്ചു തന്ന ഒരു വളരെ മനോഹരമായ കഥയായിരുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.